കാണുന്നതുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെ കാണാം ആരെയൊക്കെ കണ്ടുകൂടാ എന്നത് യുദ്ധകാലത്ത് പ്രത്യേക നിയമമൊന്നുമില്ല. വളരെ മോശമായ പലതും നമ്മൾ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്, അവരെ ഭർത്താവ് മരിച്ചാൽ സ്വാഭാവികമായും സ്റ്റാഫോ കൂടെയുള്ള സ്റ്റാഫും സഹപ്രവർത്തകരും ഒക്കെ കാണാൻ വരും, അനുശോചനമൊക്കെ അറിയിക്കാൻ വേണ്ടി വരും. അവരങ്ങോട്ട് അടുപ്പിക്കൂല. അല്ലെങ്കിൽ അമുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ പുരുഷന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല. ഇവർക്ക് മനസമാധാനം കിട്ടുന്നല്ലേ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ വന്നിട്ട് സമാജത്തിൽ പെട്ടെന്നുള്ള മരണമൊക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായ മരണമൊക്കെ ആകുമ്പോൾ കൂടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ വന്ന് സമാശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണത്. വലിയ സമാധാനം കിട്ടുന്ന കാര്യമാണ്. അതൊക്കെ തടയാൻ ഇതിനൊന്നും ഒരു ഇസ്ലാമിൻ്റെ ഒരടിസ്ഥാനവുമില്ല. അപ്പം മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും ആണായാലും പെണ്ണായാലും പരസ്പരം കാണുന്നതിനോ സംസാരിക്കുന്നതിനോ യുദ്ധകാലത്ത് ഇതിനൊന്നും യാതൊരു വിലക്കുമില്ല. അതേസമയം അവര് പുറത്ത് പോകരുത് എന്ന് പറഞ്ഞത് ഇപ്പൊ ഒരു ചടങ്ങുകൾക്ക് പരിപാടികൾക്ക് പോകരുത്, പിന്നെ രോഗ സന്ദർശനത്തിന് പോകരുത്. രോഗം വന്നാൽ ചികിത്സാർത്ഥം ഡോക്ടറെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകാം, പക്ഷെ മറ്റ് രോഗികളെ കാണാൻ എന്നാണ് ഒരു ആവശ്യമായ ഒരു നിർബന്ധമായ ആവശ്യമല്ല. കല്യാണം, പിന്നെ ഗൃഹപ്രവേശനം, അങ്ങനെയുള്ള ചടങ്ങുകൾ, സമ്മേളനങ്ങൾ, ജമാഅത്ത്, പെരുന്നാൾ നമസ്കാരം, ഇതിനൊന്നും പോകരുത്. ഇതൊന്നും അവരുടെ ആവശ്യമല്ല. അതേസമയം ജോലി ചെയ്യുക എന്നതൊരു ആവശ്യമാണ്. അതിനുവേണ്ടി പോകാം. വൈകുന്നേരം തിരിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാകാം. ചിലപ്പോൾ ഭർത്താവ് മരിക്കുമ്പോൾ അങ്ങനെ ആവാലോ. കല്യാണം കഴിഞ്ഞുകൊണ്ട് പഠനം ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ക്ലാസ് അങ്ങനെ നഷ്ടപ്പെടുത്തേണ്ടതില്ല. അവർക്ക് പഠിക്കാൻ വേണ്ടി ക്ലാസ്സിന് പോകാം. വൈകുന്നേരം തിരിച്ച് ആ വീട്ടിൽ തന്നെ വന്ന് കഴിയണം. ഇതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഷാഫിയും അത് നമ്മുടെ നാട്ടിലേക്ക് ഷാഫി മതമാണ് കേരളത്തിൽ. ഇത് അനുസരിച്ച് പോലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന അടച്ചിട്ട മുറിയിൽ കഴിഞ്ഞു കൂടണം എന്ന ഒരു നിയമമില്ല. എനിക്ക് തോന്നുന്നത് മറ്റ് സമൂഹങ്ങളിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. ആ ഒരു ആചാരം അല്ലെങ്കിൽ ആരോ അങ്ങനെ അന്ധവിശ്വാസവും അനാചാരങ്ങളും പടർന്ന കൂട്ടത്തിൽ വന്ന് കയറിയതാവാനാണ് സാധ്യത. ഇതാണ് ഇതിലെ വസ്തുത.